ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പുരോഗമിക്കുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിയയിലെത്തി. ബ്രസീൽ രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നമീബിയയിലെ വിൻഡ്ഹോക്കിൽ എത്തും. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമീബിയ സന്ദർശിക്കുന്നത്. നമീബിയൻ പാർലമെന്റിനെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. നിപ ബാധയുടെ സാഹചര്യത്തിൽ പ്രത്യേക OP സേവനങ്ങൾ ഇ-സഞ്ജീവനി ആപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധ സംഘം സംസ്ഥാനത്തെത്തും. സംസ്ഥാനത്ത് മൊത്തം 485 പേർ നിപ സമ്പർക്ക പട്ടികയിലുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ 192 പേരും, കോഴിക്കോട് 114 പേരും, പാലക്കാട് 176 പേരും, എറണാകുളത്ത് 2 പേരും, കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ 26 പേർ ഹയസ്റ്റ് റിസ്കിലും 117 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. നിപ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 വരെയാണ് പണിമുടക്ക്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിവിധ തൊഴിൽ സംഘടനകൾ ആരോപിച്ചു. നാളെ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഡയസ് പ്രഖ്യാപിച്ച് KSRTC ജോലിക്ക് എത്താത്തവരുടെ ഒരു ദിവസത്തെ ശമ്പളം റദ്ദാക്കുമെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC MDയുടെ ഉത്തരവിൽ പറയുന്നു. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് നേരത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ സഹമന്ത്രി ഡോക്ടർ L മുരുകൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യപുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ആകാശവാണിക്കും ദൂരദർശനുമുള്ള പങ്കിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പ്രക്ഷേപണ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ കീഴിൽ ഉജ്ജയിനിയിൽ പുതിയ ആകാശവാണി കേന്ദ്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ചർച്ചയായി. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശക്തികാന്ത ദാസ് ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പിന്തുണയ്ക്കുന്നതായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യം വ്യാജമെന്ന് PIB ഫാക്ട് ചെക്ക്. വീഡിയോ ദൃശ്യം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന ICAR കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷം വെള്ളിയാഴ്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതിക വിദ്യകളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും പ്രകാശനം, ധാരണാപത്ര കൈമാറ്റം എന്നിവയും ഗവർണർ നിർവഹിക്കും. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാനില്ല എന്നത് വിവരാവകാശ നിയമപ്രകാരം അംഗീകൃത മറുപടിയല്ലെന്നും നഷ്ടപ്പെട്ട ഫയൽ പുനഃസൃഷ്ടിച്ച് രേഖാപകർപ്പുകൾ അപേക്ഷകർക്ക് ലഭ്യമാക്കണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ AA ഹക്കീം കൊല്ലം കോർപ്പറേഷൻ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാതല RTI സിറ്റിംഗിലെ തെളിവെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലെ ചെങ്കളത്ത് കോറിയിൽ പാറ ഇടിഞ്ഞു വീണ് എക്സ്കവേറ്ററിൽ കുടുങ്ങിയ ബീഹാർ സ്വദേശി അജയ് റായ്ക്കുള്ള രക്ഷാദൌത്യം വൈകിട്ട് 7ഓടെ പുനരാരംഭിച്ചു. ഏത് സമയവും പാറ ഇടിഞ്ഞു വീഴാവുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഫയർഫോഴ്സ്, NDRF, പോലീസ് എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ഇടുക്കിയിൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ പെരുമറ്റത്തിന് സമീപം ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറികളുടെ ഉടമകൾക്ക് 1.5 ലക്ഷം രൂപ പിഴയിട്ട് മുട്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. മാലിന്യം എത്തിച്ച 2 ലോറികളിൽ 1 പോലീസ് പിടികൂടിയിരുന്നു. തുടർന്നാണ് ഭരണസമിതി ലോറി ഉടമകൾക്കെതിരെ പിഴ ചുമത്തിയത്. 2026 ഹജ്ജിനുള്ള അപേക്ഷാ നടപടികൾക്ക് തുടക്കമായി. തീർത്ഥാടകർക്ക് ഔദ്യോഗിക ഹജ്ജ് പോർട്ടൽ വഴിയോ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷാ ജാലകം വഴി ഈ മാസം 31 അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർക്ക് 2026 ഡിസംബർ 31 വരെ സാധ്യതയുള്ള മെഷീൻ റീഡബിൾ ഇന്ത്യൻ അന്താരാഷ്ട്ര പാസ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.